നമസ്കാരം. ജനനായകൻ്റെ റിലീസ് മാറ്റിയതോടുകൂടി പരാശക്തിക്ക് ഒരു സിനിമകളുമില്ലാതെ ക്ലാഷ് ഒന്നുമില്ലാതെ തന്നെ ഒരു ഫ്രീ ആയിട്ട് ഓപ്പൺ ഡേറ്റ് ആയിട്ട് 10-ാം തീയതി കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വേണം പറയാൻ. പക്ഷേ നമ്മൾ ഈ ക്ലാഷോ യുദ്ധത്തിലേക്കോ ഒക്കെ കടക്കുന്നതിന് മുമ്പ് നടൻ രവി മോഹൻ പരാശക്തിയിൽ വില്ലനായി അഭിനയിച്ച നമുക്കൊക്കെ ജയം രവി എന്ന് അറിയാവുന്ന പേര് മാറ്റിയ രവി മോഹൻ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഹാർട്ട് ബ്രോക്കൺ. Anna, as a brother, I am standing with you as one among the millions of brothers beside you. You don't need a date, you are the opening. Whenever that date is, Pongal only starts then എന്നുള്ളതാണ് രവി മോഹൻ്റെ ഈ പോസ്റ്റ്. ഇത് ഭയങ്കര രസകരമായിട്ട് തോന്നി, ഭയങ്കര സന്തോഷം നൽകി, ഒരു പുഞ്ചിരി നൽകി. വിജയ് ആരാധകർക്ക് ഒരു വലിയ സന്തോഷമായിരിക്കും സ്വാഭാവികമായിട്ടും. പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു ഭയങ്കരമായ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു ആരാധനയുണ്ട്, ഒരു സന്തോഷം, സ്നേഹം എല്ലാം കലർന്ന ഒരു പോസ്റ്റും കൂടിയാണിത്. എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പൊങ്കലിനാണ് പരാശക്തി എന്ന സിനിമയുടെ റിലീസ്. അതായത് 10-ാം തീയതിയായിട്ട് പൊങ്കൽ റിലീസായിട്ടാണ് ഈ സിനിമ എത്തുന്നത്. അപ്പോൾ പൊങ്കൽ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ സ്വാഭാവികമായിട്ട് അവധിയാണ്, എല്ലാവരും തിയേറ്ററിലേക്ക് ആഘോഷിക്കാൻ തന്നെയാണ്. വർഷങ്ങളായിട്ട് തന്നെ എടുത്ത് നോക്കിയാൽ പോലും പൊങ്കൽ തമിഴ്നാട് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയിലാണ് പരാശക്തി വരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് പരാശക്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷം ചെയ്ത രവി മോഹൻ ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്നാണോ ജനനായകൻ്റെ റിലീസ് അന്നാണ് നമുക്ക് പൊങ്കൽ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പോലും അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ കൊടുക്കാതെ ജനനായകൻ എന്ന വിജയ് ചിത്രത്തിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ആ സിനിമ എന്നാണോ റിലീസിനെത്തുന്നത് അന്ന് മാത്രമാണ് നമുക്ക് പൊങ്കലെന്നും ഭയങ്കരമായ വിഷമം തോന്നുന്നതെന്നും താങ്കൾക്കൊരു ഡേറ്റ് വേണ്ട, നിങ്ങളാണ് ഓപ്പണിംഗ്, നിങ്ങളാണ് തുടക്കം കുറിക്കുന്നത് പൊങ്കലിന്, അതിനുശേഷമേ ഞങ്ങളുള്ളൂ, ഞങ്ങളുടെ സിനിമയുള്ളൂ എന്നുള്ളതാണ് രവി മോഹൻ്റെ ഈ പോസ്റ്റ് വരുന്നത്. ഈ പോസ്റ്റ് വരുന്നത് പിന്നാലെ ഇത് ഭയങ്കരമായ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായി മാറുകയും രവി മോഹൻ്റെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തു. ഒരുപാട് വിജയ് ആരാധകരും കൂടിയുണ്ട്. കാരണം വലിയൊരു വിഷമത്തിൽ തന്നെയാണ് വിജയ് ആരാധകർ, പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ താരത്തെ, അവരുടെ അണ്ണനെ, അവരുടെ ദളപതിയെ അവസാനമായിട്ട് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്, ജനുവരി 9-ാം തീയതിക്ക് വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. എത്രയോ നാളുകളായിട്ടുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് ഇങ്ങനെ കൂടി വന്നു എന്നുള്ളതല്ലാതെ അതിനൊരു കുറവും ഉണ്ടായിട്ടില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റ്, സിനിമകളെ വെല്ലുന്ന പോലുമുള്ള സസ്പെൻസുകളാണ് കഴിഞ്ഞ ദിവസം കോടതി മുറിയിൽ അരങ്ങേറിയതും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വിജയ് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോഴും കൺഫേംഡ് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു. ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു ടേൺ അറൗണ്ട് ഓഫ് ഇവൻറ്റ്സ് സംഭവിക്കുമെന്നുള്ളത്? ഉറപ്പായിട്ടും പ്രശ്നങ്ങളുണ്ടാകുമെന്നും ഇതിന് പിന്നിൽ ഒരുപാട് വേട്ടയാടലുകൾ ഉണ്ടാകുമെന്നും ഒക്കെ അറിയാമായിരുന്നു. പക്ഷേ റിലീസ് ഡേറ്റ് തൊട്ട് കളിക്കുമെന്നും ആരായാലും റിലീസ് ഡേറ്റ് തൊട്ട് കളിക്കില്ല എന്നുള്ളതാണ് വിശ്വസിച്ചിരുന്നത് വിജയ് ആരാധകർ. പക്ഷേ അതും സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. ഇതെല്ലാം ഇലക്ഷൻസിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ റിലീസ് ഡേറ്റ് തൊട്ട് കളിക്കുമെന്ന് വിജയ് ആരാധകർ പോലും കരുതിയില്ല. അതിനിടയിലാണ് പരാശക്തിക്ക് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു ഓപ്പൺ സ്പേസ് കിട്ടിയിരിക്കുകയാണ്. ഒരു ക്ലാഷും ഇല്ലാതെ എല്ലാവർക്കും വന്ന ആ സിനിമ കാണാം. ഇപ്പം ഉറപ്പായിട്ടും 9-ാം തീയതി, അതായത് നാളെ പ്രഭാസ് ചിത്രമായ രാജാ സാബ് വരുന്നുണ്ട്. പക്ഷേ ഈ രാജാ സാബ് ഒരു ഹൊറർ ഫാൻറ്റസി ജോണറിൽ വരുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ രാജാ സാബിന് മേൽ പലർക്കും ഇല്ല, അതൊരു ഫാക്റ്റാണ്. പക്ഷേ തമിഴ്നാട്ടിൽ പോലും കഴിഞ്ഞ ദിവസം തൊട്ട് തിയേറ്റേഴ്സിൽ നിന്നൊക്കെ റീഫണ്ട് വന്നു തുടങ്ങി. പലർക്കും, ഇപ്പോൾ എനിക്ക് ഉൾപ്പെടെ റീഫണ്ടൊക്കെ വന്നു, എല്ലാവർക്കും വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വരാത്തവർക്ക് ഉറപ്പായിട്ട് ഉടനെ വരും. നിങ്ങൾ ഈ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനോ ഒന്നും നിൽക്കരുത്, അങ്ങനെ ഒന്നും ചെയ്യരുത്. ടിക്കറ്റ് ഒന്നും ക്യാൻസൽ ചെയ്യേണ്ട. കാരണം ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും കുറച്ചേ പൈസ കിട്ടൂ. അല്ല, തിയേറ്റേഴ്സ് തന്നെ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്ത് തരും, മുഴുവൻ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് മാത്രമാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാണ്ടിരിക്കുക, പൈസ വരും. പൈസ വരാത്തവർക്ക് ഉടനെ തന്നെ ആ തിയേറ്റേഴ്സ് നിങ്ങൾക്ക് റീഫണ്ട് വിടും. അപ്പോൾ തിയേറ്റേഴ്സ് റീഫണ്ട് ഇടുന്നതിനേക്കാളുപരി സ്വാഭാവികമായിട്ടും വലിയ സിനിമകൾ, ഇപ്പം ഉറപ്പായിട്ടും തിയേറ്റർ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിജയ് സിനിമ എന്ന് പറയുന്നത് അവർക്കൊരു ആഘോഷമാണ്. കാരണം അത്രയധികം ആരാധകർ വരും. തിയേറ്റർ ഓണേഴ്സിന് വലിയ ബിസിനസ്സും കൂടിയാണ് ഒരു വിജയ് സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ ഇല്ലാതെയാവുന്നു പൊങ്കലിന്. പകരം പ്രധാനപ്പെട്ട തിയേറ്ററുകളിലൊക്കെ തന്നെ ജനനായകനെ വെച്ചിരുന്ന ഷോകളെല്ലാം തന്നെ രാജാ സാബിലേക്ക് മാറി. കാരണം രാജാ സാബ് റിലീസ് 9-ാം തീയതി ആയിരുന്നു. ഒരു ക്ലാഷ് പറയാൻ പറ്റുന്നത് ജനനായകനും രാജാ സാബും തമ്മിലായിരുന്നു. പക്ഷേ അത് രാജാ സാബിന് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ മാറി. രാജാ സാബിന് വേണ്ടിയിട്ടായി ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ക്രീനുകളൊക്കെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 10-ാം തീയതി പരാശക്തിയാണ്. ആ സമയത്ത് രാജാ സാബിന് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മെജോറിറ്റി സ്ക്രീൻസ് തമിഴ്നാട്ടിൽ നിന്ന് പരാശക്തി എടുത്തുകൊണ്ട് പോകും. ജനനായകൻ ഇപ്പോഴും റിലീസ് ഡേറ്റും ഇല്ല. പക്ഷേ അതിനിടയിലാണ് രവി മോഹൻ്റെ ഈ ഒരു പോസ്റ്റ് വരുന്നതും. ഈ പോസ്റ്റ് വളരെയധികം ആഘോഷമാക്കുന്നുണ്ട് വിജയ് ആരാധകർ. കാരണം അവരുടെ ഉള്ളിൽ ഉള്ള ഒരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പരാശക്തി ഓഡിയോ ലോഞ്ച് കാണുമ്പോൾ ശിവകാർത്തികേയൻ ഒരു എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ തന്നു. ഇതൊരു അണ്ണൻ തമ്പി പൊങ്കലാണ് എന്നുള്ളതാണ്. അതിനകത്ത് ഇതിന് വേറെ ഹേറ്റൊന്നുമില്ല. ഈ സിനിമയ്ക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ജനുവരിയിൽ റിലീസ് ചെയ്യുന്നത്. കാരണം ഈ പിന്നീട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉൾപ്പെടെ പറഞ്ഞത് ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ റിലീസ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ആ സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഇലക്ഷൻ സമയമാണ്. ആ സമയത്ത് റിലീസ് വേണ്ട.
പിന്നെയുള്ള ആകെ സ്ലോട്ട് ജനുവരി ആണെന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ ഒരു ക്ലാഷിന് വേണ്ടിയിട്ടോ വിജയ് എന്ന അതുല്യനായ നടനോ പ്രതിഭയോ താരത്തിനെതിരെ ക്ലാഷ് വെക്കാൻ വേണ്ടിയിട്ടല്ല ശിവകാർത്തികേയൻ തന്നെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞത്. മാത്രമല്ല ജഗദീഷ് പളനിസ്വാമിയെ വിളിച്ച് സംസാരിക്കുകയും ശിവകാർത്തികേയൻ തൻ്റെ കൺസേൺസ് ഉൾപ്പെടെ പറയുകയും ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്നാണ് വിജയുടെ ഭാഗത്ത് നിന്നൊരു മറുപടി കിട്ടിയെന്ന് കൂടി ശിവകാർത്തികേയൻ ഓഡിയോ ലോഞ്ചിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഒരു ക്ലാഷ് അല്ല. 9-ാം തീയതി നിങ്ങൾ ജനനായകൻ പോയി കാണൂ, 10-ാം തീയതി നിങ്ങൾ പരാശക്തി ഒന്ന് ആഘോഷിക്കുക എന്നുള്ളതാണ് ശിവകാർത്തികേയൻ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇതൊരു ക്ലാഷ് റിലീസായിട്ട് പരാശക്തിയുടെ ടീം കാണുന്നില്ല എന്നതും കൂടി വ്യക്തമാക്കുന്നതാണ് രവി മോഹൻ്റെ ഈ ഒരു പോസ്റ്റ് കൂടി. അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ട് ഭയങ്കര ഒരു സന്തോഷം നൽകുന്നതായിട്ട് വിജയ് ആരാധകർക്ക് ഈ ഒരു ദുഃഖകരമായ ഘട്ടത്തിലും കൂടി മാറുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.